എന്തുണ്ട് മറുകണ്ഠം ചാടിയ ആള്? മറുകണ്ഠം ചാടി എന്ന് പറയരുത്, ഞാൻ മറുകണ്ഠം ചാടി. സന്ദീപ് എത്തിയല്ലോ. സന്ദീപ് അതെ, പ്രാണികളൊക്കെ ആട്ടി പറഞ്ഞു വെച്ചിട്ട് വിശപ്പാമ്പിനെടുത്ത് തോളിൽ കേൾപ്പിച്ചു. അത് കലക്കി. അപ്പൊ താങ്ക് യു ഷാനിബ്. നമ്മൾ ഷാനിബിനെയാണ് കണ്ടത്. ഷാനിബ് മറുകണ്ഠം ചാടി പോയ വഴിക്ക് ഷാനിബിനെ ഒന്ന് കണ്ടു. അപ്പൊ ഒന്ന് ഗ്രീറ്റ് ചെയ്തതാണ്. ഉഷാറല്ലേ? ചായപ്പേ ചർച്ച റെഡി. അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത ചായ പറയാം. നമ്മള് രാത്രി 10 മണി വരെ ഇവിടെ ഉണ്ടാവും. ഈ ശരിക്കും നമ്മൾ ഈ ചായ ഇങ്ങനെ വീണതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനം സന്ദീപ് വാര്യർ ചാടിപ്പോയത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? പാലക്കാട് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ, പാലക്കാടത്തെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് ചോദിക്കുക, ഞാൻ ചോദിച്ചു കിട്ടി, ഒരു ഇലയെങ്കിലും അനങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക. ചെത്തലൂരിലെ പ്രവർത്തകർ ഇത്ര നേരം എന്നെ കാത്ത ഓഫീസിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ സംഘടനയോടൊപ്പമാണ്, ആശയത്തോടൊപ്പമാണ്, ആദർശത്തോടൊപ്പമാണ്, ഏതെങ്കിലും വ്യക്തിയോടൊപ്പമല്ല. അതന്നെ BJP മാത്രമല്ല, ബലിദാനികളെ RSSനെ ഒക്കെ തള്ളിക്കളഞ്ഞ സന്ദീപിന് അതിനൊരു മറുപടി കൊടുക്കും എന്നാണോ കരുതുന്നത്? ഈ തെരഞ്ഞെടുപ്പ് ഫലം അതിനുള്ള മറുപടിയായിരിക്കും. ശ്രീനിവാസൻ മരിച്ചു വീണ മണ്ണാണ്, ബലിദാനിയായിട്ടുള്ള മണ്ണാണ്. ഇവിടുന്ന് 100 മീറ്റർ അപ്പുറത്താണ് ശ്രീനിവാസന്റെ മരണം സംഭവിച്ച സ്ഥലം. ആ ശ്രീനിവാസനെയും സഞ്ജിത്തിനെയൊക്കെ മറന്നുകൊണ്ട് ഈ സംഘടനയെ വഞ്ചിച്ചുകൊണ്ട് പുറത്തുപോയ ആളുകൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സന്ദീപ് പുറത്തുപോയി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം, ആ കേസിൽ നന്നായി വാദിക്കാൻ ഒരു നല്ലൊരു അഭിഭാഷകരെ പോലും സുപ്രീം കോടതിയിലേക്ക് BJP കൊടുത്തില്ല, ആ കുടുംബത്തോട് ചെയ്യുന്ന ചതി എന്നാണ് പറഞ്ഞത്. സന്ദീപ് ഒരു കോൺഗ്രസ്സുകാരനായിട്ട് ആണല്ലോ ഇതെല്ലാം പറയുന്നത്. കോൺഗ്രസ്സുകാരനായ ശേഷമാണല്ലോ ഇതെല്ലാം പറയുന്നത്. കോൺഗ്രസ്സുകാരനാകുന്നതിന് മുമ്പ് ഈ സന്ദീപ് വാര്യർ BJPയിൽ ഉണ്ടായിരുന്നല്ലോ, ഈ പ്രസ്ഥാനങ്ങളിലുണ്ടായിരുന്നല്ലോ. ഈ കുടുംബത്തിൽ ഇതിനെ എത്ര തവണ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്, ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്ര തവണ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ബലിദാനികളെ വിവാദമാക്കാൻ ഞാൻ തയ്യാറല്ല. സന്ദീപ് മുതലെടുപ്പിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കുകയായിരിക്കും, പക്ഷേ ഞങ്ങളുടെ ബലിദാനികളെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അല്ല, ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം നമ്മുടെ ഇലക്ഷൻ്റെ അവസാന ഘട്ടത്തിലാണല്ലോ. അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച പാർട്ടി BJPയാണ്. ഇപ്പം നമുക്കറിയാലോ, കോൺഗ്രസ് തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അവിടെ നിന്ന് സരിൻ മാറുന്നു, സരിനെ പിന്നെ അപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കുന്നു, അവിടെ ഒരു അബ്ദുൾ ഷുക്കൂർ ഇഷ്യൂ ഉണ്ടാകുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് മറ്റു 2 പാർട്ടികളും കടന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വളരെ ഗംഭീരമായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ അവസാന മണിക്കൂറുകളിലെത്തിയപ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്ത് പ്രതിസന്ധി? ഞങ്ങൾക്ക് യാതൊരുവിധ പ്രതിസന്ധിയില്ല. ഞങ്ങൾ ഇന്ന് ശ്രീമതി പ്രിയ അജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പേരുകളിൽ ഒന്നാണല്ലോ ശ്രീമതി പ്രിയ അജയൻ. എന്താ പറഞ്ഞത്? ആരോടൊപ്പമാണെന്ന് പറഞ്ഞത്? ഈ പ്രസ്ഥാനത്തോടൊപ്പമാണ്. ഏത് സമുദായമാണ് സന്ദീപിനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് ആ സമുദായത്തിലെ പ്രതിനിധിയല്ലേ ശ്രീമതി പ്രിയ അജയൻ. അതാണ് പാലക്കാട്ടെ BJP. അതായത് 6 കൗൺസിലർമാരെ അവർക്ക് വിലയിട്ടു, മോഹവിലയിട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് കേട്ടത്. താൻ തന്നെ ചില പാർട്ടികൾ വിലക്കെടുത്തുവെങ്കിൽ എല്ലാവരും അതുപോലെ കാണണ്ട. താൻ ആരുടെയെങ്കിലും വിൽക്കപ്പെടാൻ തയ്യാറായിട്ട് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ BJPയുടെ എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കന്മാരും അത്രക്കാരാണെന്ന് ചില ആളുകൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റീൻ്റെ വികസന മുരടിപ്പിന് കാരണം BJP ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ C. കൃഷ്ണകുമാർ പറഞ്ഞത് MP ഫണ്ട് പോലും വിനിയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ. ഞാൻ തിരിച്ചു ചോദ്യം ചോദിക്കാനായിരിക്കും. ഞങ്ങൾ പാലക്കാട് നഗരസഭ ഭരിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷം കഴിഞ്ഞു, 9ാമത്തെ വർഷം. കോൺഗ്രസ് 30 വർഷം ഭരിച്ചല്ലോ. കേന്ദ്രവും കോൺഗ്രസ് ഭരിച്ച കാലഘട്ടം ഉണ്ടല്ലോ, 2004 മുതൽ 2014 വരെ. 1 രൂപയുടെ കേന്ദ്ര ഫണ്ട് ഏതെങ്കിലും പാലക്കാടിന് ഒരു പ്രത്യേക പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ ഏതെങ്കിലും പ്രദേശത്ത് കുടിവെള്ള പ്രശ്നമുണ്ടോ ചോദിക്കൂ. വെണ്ണക്കര, തിരുനെല്ലായി, യാക്കര,
ഈ പ്രദേശങ്ങളൊക്കെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമമായിരുന്നു. നവംബർ ഡിസംബർ മാസങ്ങളായാൽ ടാങ്കർ ലോറികൾ പാലക്കാട് നഗരസഭാ പരിധിയിൽ ഓടുകയായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തുണ്ടോ? ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാൻ കോൺഗ്രസിന് സാധിച്ചില്ല. ഞങ്ങൾ 5 വർഷം കൊണ്ട് 109 കോടി രൂപയുടെ പദ്ധതിയാണ് പാലക്കാട് നഗരത്തിൽ കുടിവെള്ളത്തിന് മാത്രമായി നടപ്പാക്കിയത്. കോൺഗ്രസിന് സാധിച്ചു. കേന്ദ്രത്തിൽ മോദി സർക്കാർ വന്നു, പാലക്കാടിൻ്റെ ആവശ്യം ഞങ്ങൾ സമർപ്പിച്ചു, നേടിയെടുത്തു, നടപ്പാക്കി സമയബന്ധിതമായിട്ട്. 2200-ലധികം വീടാണ് കൊടുത്തിരിക്കുന്നത് PMAY പദ്ധതിയിൽ. കോൺഗ്രസിൻ്റെ 30 വർഷത്തിൽ 2200 പേർക്ക് ഭവന നിർമ്മാണ ആനുകൂല്യം കൊടുത്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഞാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുക. അല്ല അവിടെ പക്ഷേ ജനങ്ങൾക്ക് എന്താ അത് ബോധ്യപ്പെടാൻ? ഇപ്പോൾ 2015 നിങ്ങൾ അധികാരത്തിൽ വന്നു പാലക്കാട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു, വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടില്ലേ നിങ്ങൾ ഈ ചെയ്ത കാര്യം? ജനവിധി അട്ടിമറിക്കുകയല്ലേ ചെയ്ത്? ജനങ്ങളുടെ അഭിലാഷത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കുകയല്ലേ ചെയ്ത്? ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. ആരാ പറഞ്ഞത്? കോൺഗ്രസിൻ്റെ പാളയത്തിലുണ്ടായിരുന്ന സരിന പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി ജയിച്ചത് നിഷേധാത്മക വോട്ട്, CPM-ന്റെ നിഷേധാത്മക വോട്ട് ഉണ്ട്. AK ബാലൻ CPM-ന്റെ പ്രമുഖ നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, അദ്ദേഹം ശരിവച്ചില്ലേ? അംസീർ നിയമസഭയിൽ പറഞ്ഞില്ലേ ഷാഫിയോട്, ഷാഫി അവിടെ ഇരിക്കൂ, ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഷാഫി മറുപടി പറഞ്ഞോ? മറുപടി പറയാൻ സാധിക്കില്ല. കാരണം ഒരു ഔദാര്യം കൊണ്ടല്ലേ ഷാഫി അവിടെ പോയി ഇരുന്നത് നിയമസഭയ്ക്കകത്ത്. അങ്ങനെ ശരിയായ രീതിയിലൊരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ടാവുമായിരുന്നു. അല്ല, അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ഒരു ഔദാര്യം ഉണ്ടാവില്ല, അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഇത്തവണ ഔദാര്യം ഉണ്ടായാൽ CPM-ന് 44,000 വോട്ടുണ്ടായിരുന്ന പാർട്ടിയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ പാർട്ടിയുടെ സ്ഥിതി എന്താന്ന്? 34. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 34, 10,000 വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. ഇത്തവണ അത്തരം ഒരു നീക്കം നടത്തിയാൽ CPM-ന് ചിലപ്പോൾ കെട്ടിവെച്ച കാശ് പോലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടാവില്ല. കാരണം CPM-ന്റെ അണികൾ വോട്ട് ചെയ്യുക, കഴിഞ്ഞ തവണ നിഷേധാത്മക വോട്ട് UDF-നാണ് പോയത്, ഇത്തവണ ആ വോട്ട് വരാൻ പോകുന്നത് NDA-ക്കായിരിക്കും. ഈ